ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സംഭവം പറയാം. ഇമാം ഖുർത്തുബി ഇവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാ, സ്വർഗത്തിന്റെ ഈ കാഴ്ചയും കണ്ടിങ്ങനെ ഭർത്താവിരിക്കും. ആ കാഴ്ചയിൽ ഭർത്താവിന്റെ നോട്ടം മുഴുവൻ സ്വർഗത്തിന്റെ ഈ ഭംഗിയ ഒരൊറ്റ നോട്ടം, സ്വർഗത്തിലെ ആസ്വാദനത്തിന്റെ ഒരൊറ്റ നോട്ടം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അത് 70 വർഷമാ. ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ശാരീരിക വീഴ്ചയുടെ ടൈമിംഗ് ഒരൊറ്റ പ്രാവശ്യത്തേത് 40 വർഷമാ. സയ്യിദുനാ റസൂലുള്ളാഹി അത്രയും ടൈമിംഗ് ആണ്. സ്വർഗത്തിൽ ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവ് നോക്കിയാൽ ആ ഒരൊറ്റ നോട്ടത്തിന് ഒന്ന് കണ്ണ് സിമ്മാൻ 70 വർഷമാ. അത്രയും വലിയ സൗന്ദര്യാസ്വാദനമാണ് സ്വർഗം. ഭർത്താവ് ഇങ്ങനെ കാഴ്ചകൾ കണ്ട്, പഠിച്ചോനെ, ഞാനൊരു 5-6 ഏത്തവാഴ വെച്ചതാ നാട്ടില്, അത് മുഴുവനും കരിക്കം പിടിച്ചു പോയി. എന്താണ് തെങ്ങ് മണ്ടരി, സ്വർഗത്തിൽ ഇതൊന്നുമില്ലല്ലോ. എന്തൊരു രസമാണ് സ്വർഗത്തിൽ. ഏറ്റവും കൂടുതൽ സ്വർഗത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നത് ഭൂമിയിലെ കർഷകർ. ഔ കമാ ഖാല റസൂലുള്ളാഹി. അവിടെ വെച്ചുകൊണ്ട് സ്വർഗത്തിന്റെ മണ്ണെടുത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, പടച്ചോനെ, ഇതെന്തൊരു മണ്ണാ. സ്വഹീഹുൽ ബുഖാരി. ഈ മണ്ണിലെങ്ങാനുമാണ് എനിക്ക് ഭൂമിയിൽ കൃഷി ചെയ്യാൻ അവസരം കിട്ടിയിരുന്നതെങ്കിൽ, ഇന്നത്തെ ആധുനിക ഭാഷ പറഞ്ഞ ഞാൻ പൊളിക്കും. ഈ മണ്ണിലാണ് എനിക്ക് ഭൂമിയിലെ കൃഷിക്കുള്ള സൗകര്യം കിട്ടിയിരുന്നതെങ്കിൽ. അങ്ങനെ ഉണ്ട്. മണ്ണ് പിടിച്ചിട്ട് ചിലർ പറയും, ഈ മണ്ണ് എന്തിനു പറ്റുമെന്ന്. ഒരിക്കൽ പട്ടിക്കാട് ജാമ്യന്ന് ഞാനിങ്ങ് പോരുമ്പോ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴയ ഖത്തീബ്, നല്ല കർഷകനാണ് അദ്ദേഹം. ചാലക്കുടി ഭാഗത്തോടെ ട്രെയിൻ ഇങ്ങനെ പോവാ. ട്രെയിൻ പോണത് പാടത്തും പറമ്പിൽ ഒക്കെയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ തെങ്ങ് നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ട് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഒരു ചെരിഞ്ഞ പ്രദേശം കണ്ടപ്പോ എന്നെ വിളിച്ചിട്ടുണ്ട്, മോനെ, അപ്പൊ ഞാൻ ഓർത്ത് വേറെന്തോ ആണെന്ന് ഓർത്തത്. അവിടെ തെങ്ങ് കേട്ടോ നന്നായിട്ട് വളരൂട്ടു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അദ്ദേഹത്തിന് ആ തെങ്ങ് നട്ടാൽ വളരെ, അദ്ദേഹത്തിന്റെ ചിന്ത അത് മാത്രം. അങ്ങനെയുണ്ട്. ചില മണ്ണെടുത്തു കഴിഞ്ഞാൽ പഴയ കാലം കൃഷിക്ക്, ഏത് കൃഷിക്ക് അത് പറ്റുമെന്ന് അറിയാൻ വേണ്ടി വായിലിട്ട് നോക്കിയാൽ അതിന്റെ ടേസ്റ്റ് കൊണ്ട് അതിന്റെ വളക്കൂർ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ പേരക്കുട്ടി സ്ഥിരം മൂത്രമൊഴിക്കണടുത്തുനിന്ന്, വല്യാപ്പ മണ്ണെടുത്ത് വായിലിട്ടോ, ഇവിടെ നല്ലോണം യൂറിയയുടെ അംശമുണ്ട്, ഇവിടെ വാഴ നട്ടാൽ തരക്കേടില്ല എന്ന് തോന്നി. അങ്ങനെ ഒരു തമാശ അതിൻ്റെ അവിടെ കേട്ടിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും മണ്ണ് കണ്ട കർഷകൻ അറിയാൻ പറ്റും ഇവിടെ എന്ത് വിളയും എന്നുള്ളത്. അള്ളാഹുവോട് പറയാം, എനിക്കിവിടെ കൃഷി ചെയ്യണം. വിത്ത് ചോദിക്കും. അള്ളാഹു വിത്ത് കൊടുക്കും. വിത്ത് കൊടുത്ത് മൂപ്പര മണ്ണൊക്കെ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ വിത്ത് ഒരൊറ്റ വീശൽ, അങ്ങോട്ട് വീശലോട് കൂടെ തിരമാല വരുന്ന പോലെ ഒരൊറ്റ നിമിഷം കൊണ്ട് അത് മുളയ്ക്കുകയും അത് വിളയുകയും അത് കൊയ്യാനുള്ള പാകത്തിലാവുകയും കൊയ്തെടുത്ത പോലെ അവന്റെ മുന്നിൽ അത് കൂട്ടിവെക്കപ്പെടുകയും ചെയ്യും. എല്ലാം കൂടി ഒറ്റ സെക്കൻഡ് ഞെട്ടിപ്പോകും. അതാണ് സ്വർഗത്തിന്റെ കൃഷി. കർഷകരായിരിക്കും മിക്കവാറും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. അപ്പൊ ഭാര്യ ഇങ്ങനെ വരും, ഈ മൂപ്പരാനെ അന്വേഷിച്ച് വരും. അവിടെ ഇങ്ങനെ തന്നെയാണ്. ചില ആണുങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ മൊബൈലിട്ട് കൊണ്ടുപോകല. ഇതിങ്ങനെ അന്വേഷിച്ചെടുക്കല സ്ത്രീകളുടെ ഒരു തൊഴില്. അപ്പൊ ഇങ്ങനെ മൂപ്പരിങ്ങനെ ഇരിക്ക. വരണ വഴി തന്നെ ഈ ഷോളറിന് നോക്കട്ടെ, ഒറ്റ അടിയം കൊടുക്കും. വേദനയില്ലാത്ത ലോകമാ സ്വർഗം. വൈരാഗ്യമില്ലാത്ത ലോകമാ സ്വർഗം. ദേഷ്യം വരാത്ത ലോകമാ സ്വർഗം. ഇവിടെ ഒരു അടി കിട്ടി കഴിയുമ്പോൾ ഭർത്താവ് ഉണരണമെങ്കിൽ അമ്മാതിരി അടി അടിച്ചിരിക്കണം, എന്നാലാ ഉണരൂ. കാരണം ഇത് സ്വർഗത്തിന്റെ സൗന്ദര്യത്തിൽ ഈ ചിരിക്ക് അവിടെ നിന്ന് കണ്ണ് പറിക്കണമെങ്കിൽ 70 കൊല്ലം വേണം. അപ്പൊ തന്നെ അങ്ങോട്ട് കണ്ണ് പറഞ്ഞു വരും. അതുവരെ അങ്ങനെ ഒരൊറ്റ അടി. ഇവിടുത്തെ വരിക്കാച്ചൊക്കെ കാലത്ത് 2 കഷ്ണം പുട്ടും പിന്നെ പപ്പടം കഴിച്ച പെണ്ണല്ല അവിടെ. മഞ്ഞ് സൽവയും സ്വർഗത്തിന്റെ വെള്ളമൊക്കെ കുടിച്ച് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത നല്ല ഐറ്റം അടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 1-1.5 അടി. അത് അപ്പൊ മൂപ്പരിങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോ ആ കണ്ടതിനേക്കാൾ വലുത് കാണാൻ അവളുടെ കവിൾ തടം കണ്ണാടി പോലെ എന്ന് പുണ്യനബി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിന്റെ വർണ്ണന അള്ളാന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭർത്താവ് ഭാര്യയുടെ കവിൾത്തടത്തിൽ നോക്കിയാൽ കണ്ണാടി പോലെ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നാൽ അവിടെ ആർക്കും പരസ്പരം ദേഷ്യമില്ല. ഭർത്താവ് ഭാര്യയുടെ അടി കൊണ്ടിട്ട് അവളുടെ മുഖത്ത് നോക്കുന്നത് ചിരിച്ചിട്ട് ദേഷ്യമില്ല. അങ്ങനത്തെ ഒരു ലോകമാണ് സ്വർഗം. സ്വർഗവനിതയുടെ ശരീരത്തിന്റെ സൗന്ദര്യം ഹൂറിലിനേക്കാൾ 70,000 ഇരട്ടി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തഫ്സീർ സാവി രേഖപ്പെടുത്തുന്നുണ്ട്. സ്വർഗവനിതയുടെ ശരീരത്തിന്റെ അകത്തെ മജ്ജയെപ്പോലും കാണാം.
അവരുടെ അസ്ഥിക്കകത്തുള്ള മജ്ജ പോലും കാണാവുന്ന തിളക്കമാണ് സ്വർഗവനിതയുടെ ശരീരത്തിന്റെ ഭാഷ. സയ്യിദുനാ റസൂലുള്ളാഹി കേട്ടോളൂ കേട്ടോളൂ, സ്വർഗത്തിന്റെ അകത്തേക്ക് കടന്നു ചൊല്ലുമ്പോൾ ലാ യസ്ഖമൂൻ, വേദനയുള്ള രോഗങ്ങൾ അവിടെയില്ല. വലാ യംതഖിത്തൂൻ വലാ യംതഖിത്തൂൻ, കഫൻ ചീറ്റുന്ന രോഗവുമില്ല. നമ്മുടെ നാട്ടിൽ അതിന് നീർക്കെട്ടെന്ന് പറയും അല്ലേ? സ്വർഗത്തിൽ എന്തില്ല? നീർക്കെട്ടിന്റെ ഗുളിക അങ്ങോട്ട് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ തന്നെ പകുതി സ്വർഗം ദുനിയാവിൽ തന്നെ ആയി. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആകെ ഒരു ദിവസം 2 വെറുകു എത്തിയാൽ 3ന്റെ അന്ന് കിടപ്പാ. ബറാത്തിന്റെ കഴുകല് കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചെന്ന് എനിക്ക് തോന്നണം. കാരണം എന്താ? അന്ന് തുടങ്ങിയിട്ടുണ്ടാവും നടുവേദന. ആ ഉറങ്ങിക്കിടന്ന എല്ലാ വേദനയും ഇങ്ങോട്ട് ഇറങ്ങി വരും. സ്വർഗത്തിൽ കഫൻ ചീറ്റുന്ന രോഗം ഇല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അൽഹംദുലില്ലാഹ്. വലാ യബ്സുഖൂൻ, സ്വർഗത്തിൽ തുപ്പാൻ പോവേണ്ട കാര്യമില്ല, തുപ്പലില്ല. സ്വർഗത്തിൽ തുപ്പൽ ഇല്ല. തുപ്പലിൽ ഇനി ബാക്കിയൊന്നുമില്ല. അതുകൊണ്ടാണ് ആദം നബിയോട് ഭൂമിയിൽ വന്ന് വിസർജിക്കാൻ പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് അത് കഴിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ തുപ്പല് പോലുമല്ല, പിന്നെ ബാക്കിയുള്ളതുണ്ടോ? മൂത്രമൊഴിക്കലോ കാഷ്ടിക്കലോ ഒന്നും അവിടെ ഇല്ല. സ്വർഗത്തിലെ ആ വിലക്കിയ കനി കഴിച്ചത്, അത് മഹാനവറുകൾ ഭൂമിയിൽ വരാനുള്ളൊരു നിയോഗ. അല്ലാഹു തആല മഹാനവറുകൾക്ക് അത് പുറത്ത് കളയാനുള്ള അവസരമായിട്ട് ഭൂമിയിലേക്കുള്ള ഒരു യാത്ര കൊടുത്തത്. മഹാനവറുകൾ, ഞാൻ വേഗം പറയാം, മഹാനവറുകൾ ഭൂമിയിലേക്ക് വന്നത് ഈ തുപ്പലില്ലാത്ത, അതുപോലെ തന്നെ മൂത്രമൊഴിക്കലില്ലാത്ത, കാഷ്ടിക്കലില്ലാത്ത ഒരു ലോക. തുപ്പലില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആനിയത്തുഹുമുൽ ദഹബു വൽ ഫില്ലാ, സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വെള്ളിയും സ്വർണവുമാണ്. വഅംസാതുഹുമുൽ ദഹബു, തലമുടി ചീകേണ്ടി വന്നാൽ പെണ്ണുങ്ങൾക്ക് തലമുടി ചീകാൻ സ്വർണത്തിന്റെ ചീർപ്പുകളാണ്. പോലെയുള്ള ഏതോ പുകയ്ക്കുന്ന മനോഹരമായ ഒരു സുഗന്ധത്തിന്റെ പുകയ്ക്കാനുള്ള ഉലുവാങ്കൂട് സ്വർഗത്തിലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. അത് പുകയുണ്ടോ എന്ന് പുകയില്ല, എന്നാൽ അതിനൊരു പ്രത്യേക സുഗന്ധം. സ്വർഗത്തിന് പിന്നെയും സുഗന്ധം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. കേട്ടോളൂ, സ്ത്രീകൾക്ക് സ്വർഗത്തിൽ ആർത്തവമില്ല. ഭൂമിയിൽ അതെങ്ങനെ സംഭവിച്ചു? കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഹദീസ്, ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഹദീസ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അകല ആദമു മിനശ് ശജറത്തിൽ ലത്തി നുഹിയ അൻഹാ, അല്ലാഹു വിലക്കിയ കനി ആദം നബി കഴിച്ചു. അല്ലാഹു ആദം നബിയെ ചോദ്യം ചെയ്തു, മാ ഹമലക അലാ അൻ അസൈതനി, എന്താണ് എന്നോട് എതിര് കാണിക്കാൻ അങ്ങേക്ക് പ്രേരണയും പ്രചോദനവുമായത്? അങ്ങ് ഒറ്റക്കങ്ങനെ ചെയ്യൂലല്ലോ. അല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞിട്ടാണ്? ആദം നബി പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നിച്ചതും പ്രേരിപ്പിച്ചതും ആരാണ്? എന്റെ ഹവ്വ പറഞ്ഞതാണ്. ഖാല റബ്ബി റയ്യനത്ലി ഹവ്വ, ഹവ്വയാണ് എനിക്കത് സൂചിപ്പിച്ചു തന്നത്, ഹവ്വയാണ് എന്നെ അത് ഓർമ്മപ്പെടുത്തിയത്, ഹവ്വയാണ് എനിക്ക് പ്രേരണ തന്നത്. അല്ലാഹു പറഞ്ഞു, ഫഇന്നീ അഅഖബതുഹാ അല്ലാ തഹ്മില ഇല്ലാ കുർഹൻ വലാ തളഅ ഇല്ലാ കുർഹാ വദമ്മൈതുഹാ ഫിശ്ശഹരി മറത്തൈൻ. അതുകൊണ്ട് ഹവ്വക്ക് ഞാനൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കാണ്, ചെറിയൊരു ശിക്ഷ കൊടുക്കാണ്. ഇനി മുതൽ ഹവ്വ, നീയും നിന്റെ പെൺമക്കളും ഗർഭിണിയാകുന്നത് പ്രയാസത്തോടു കൂടെ ആവട്ടെ. ഇനി മുതൽ നീയും നിന്റെ പെൺമക്കളും ഗർഭിണിയാകുന്നത് പ്രയാസത്തോടെ എന്ന പോലെ പ്രസവവും പ്രയാസത്തോടെ ആവട്ടെ. അതോടൊപ്പം തന്നെ ഹവ്വ, നിനക്ക് രക്തം വരട്ടെ. ഫിശ്ശഹരി മറത്തൈനി, ഒരു മാസത്തിൽ 2 വട്ടം. ഒരു മാസത്തിൽ 2 വട്ടമായിരുന്നു ആർക്ക്? ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു മാസത്തിൽ 2 വട്ടം. എങ്ങനെയാണത്? അവിടെ ചെറം പൊടിഞ്ഞ പോലെ, പഴം പൊട്ടിക്കാൻ ആദം നബി പഴം പൊട്ടിച്ചപ്പോൾ ചെറം പൊടിഞ്ഞ പോലെ നിനക്ക് മാസത്തിൽ 2 വട്ടം വരട്ടെ എന്ന്. ആദം നബിക്ക് സ്വർഗത്തിലുണ്ടായ മകനാണ്
കാബീലിന്റെ കൂടെ അന്നൊരു പെണ്ണിനെയും പ്രസവിച്ച. ആദ്യത്തെ പ്രസവം സ്വർഗത്തിലായിരുന്നു. സ്വർഗത്തിന്റെ കുട്ടിയാണ് കാബീല്. ഭൂമിയിൽ വന്നപ്പോൾ ഭൂമിയിലുണ്ടായ ഹാബീലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഇരട്ട പെൺകുട്ടിയും ട്വിൻസില് ഭൂമിയിലെ ഉണ്ടായ പെണ്ണിനെ സ്വർഗത്തിൽ നിന്നുണ്ടായി വന്ന കാബീലിനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പ അത് പറ്റൂല എന്ന് പറഞ്ഞു. എനിക്ക് സ്വർഗത്തിൽ നിന്ന് വന്നതിനെ തന്നെ മതി എന്ന് പറഞ്ഞു. എടോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോണിച്ച് കല്യാണം കഴിച്ചാലാണ് മനുഷ്യവർഗത്തിന് ചെറിയൊരു അകൽച്ച വേണമല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പൊ ആദ്യ പ്രസവത്തിലുണ്ടായ നിങ്ങൾ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കേണ്ട. ആ ഷറയിൽ അത് അങ്ങനെയാ. അന്ന് വേറെ മനുഷ്യന്മാരല്ലോ, ആളുകളുണ്ടാവില്ല. രണ്ടാമത്തെ പ്രസവത്തിലുള്ളവരെ തമ്മിൽ അങ്ങോട്ട് ആദ്യത്തെ പ്രസവത്തിലുള്ളതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണെന്നല്ല അതിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് കല്യാണം കഴിപ്പിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കൽപ്പനയിൽ കാബീലിന് വിഷമം തോന്നാൻ കാരണം കാബീൽ സ്വർഗത്തിൽ നിന്ന് വന്നതാ. സ്വർഗത്തിലെ ഞാൻ യോഗ്യന, എന്റെ ഉമ്മ എന്നെ അവിടെ പ്രസവിച്ച് ഒരിറ്റ് വേദന തിന്നാതെയാ. എന്റെ ഉമ്മക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ എന്റെ ഉമ്മ എന്നെ സുഖമായി പ്രസവിച്ച ഞാൻ യോഗ്യതയുള്ളവനാ. ഭൂമിയിൽ വന്ന് ആ പെണ്ണിനെ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റൂല. അങ്ങനെയാ. കല്യാണ കേസാണ് ആദ്യത്തെ പ്രശ്നം കേട്ടോ, അത് ആലോചിക്കണം. പിന്നെ അത് കൊലപാതകത്തിലെത്തിയില്ല. അതും സാധാരണ മനുഷ്യനല്ല പറഞ്ഞു, സ്വർഗത്തിലുണ്ടായ ആളാ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് പോകുന്ന ആളാ. ലോകത്തിന്റെ ഒരു പോക്ക് പോണേ അല്ലാഹു. എന്നിട്ട് ഭൂമിയിലെ മനുഷ്യനാണ് ആ മനുഷ്യനേക്കാളും സ്വർഗത്തിന്റെ മനുഷ്യനേക്കാളും മാർക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കൂടുതൽ വാങ്ങി. ഭൂമിയിലെ മനുഷ്യൻ മഹാനായ ഹാബീലാണ്. ആലോചിച്ച് നോക്കണേ, സ്ത്രീകൾക്ക് ആർത്തവമുണ്ടായതിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ജൂതബാലൻ വന്നു അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയെ എനിക്ക് ചോദിക്കാനുണ്ട് നബിയെ. സയ്യിദ് ഇബ്നു അർഖം ഖാല ജാഅ റജുലുൻ മിനൽ യഹൂദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല. ഒരു ജൂതബാലൻ വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, അതസുഉമു അന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന വയശ്റബൂൻ. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അതെ. അറബിയിലൊരു വാക്കാണിത്. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർഗവാസി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. വല്ലദീ നഫ്സീ ബിയദിഹി റജുല മിൻഹും ലയുഅതാ ഖുവ്വത്തു മിഅതി റജുലിൻ ഫിൽ അക്ലി വശ്ശുർബി വൽ ജിമാഇ വശ്ശഹ്വാ. സ്വർഗവാസിയുടെ ആരോഗ്യം എങ്ങനെയെന്നറിയുമോ? 100 ആള് തിന്നുന്നതാണ് ഒറ്റയിരുപ്പിൽ ഒരു സ്വർഗവാസി തിന്ന. 100 ആള് കുടിക്കുന്നതാ ഒരു സ്വർഗവാസി ഒറ്റയിരിപ്പിൽ കുടിക്കാ. 100 ആളുകൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ആരോഗ്യപരമായ കാര്യങ്ങളും ശാരീരികമായ മികവുമാണ്, വൈകാരിക പ്രകടനമാണ് ഒരു സ്വർഗവാസി ഒരൊറ്റ ജിമാഇൽ ചെയ്യാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സുനനുൽ കുബ്രയിൽ ഇമാം നസായി രേഖപ്പെടുത്തുന്നുണ്ട്. തബറാനി അവിടുത്തെ മുഅ്ജമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ജൂതബാലൻ ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. ഫഇന്നല്ലദീ യഅകുലു വയശ്റബു. നബിയേ, ഭൂമിയിലെ സാധാരണ ലളിതമായ ഭക്ഷണം കഴിച്ചാലും ഒരാൾക്ക് ഒരു 24 മണിക്കൂർ നേരത്തേക്ക് പോലും മൂത്രിക്കലും കാഷ്ടിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇത്ര കണ്ട് 100 ആളുടേത് ഒരു നേരം തിന്നുന്നവൻ സ്വർഗത്തിൽ വിസർജിക്കുമോ നബിയേ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലൈസ ഫിൽ ജന്നത്തി അതാ, സ്വർഗത്തിൽ വിസർജനം മലമൂത്ര വിസർജനമില്ല. സ്വർഗത്തിൽ അങ്ങനെയില്ല. പക്ഷേ ഹാജത്തു അഹദിഹിം, സ്വർഗത്തിലെ വിസർജനം റസ്ഹുൻ യഫീലു മിൻ ജിൽദിഹി, ഒരു വിയർപ്പാണ് സ്വർഗത്തിന്റെ വിസർജനം. അതിങ്ങനെ രോമങ്ങളിലൂടെ ഊർന്നിറങ്ങും. ആ വിയർപ്പിനാകട്ടെ വല്ലാത്ത സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിയർത്ത് പോവലങ്ങ് കഴിഞ്ഞാൽ വയറ് ലളിതമാകും. വയറ് ലളിതമാകും. ആ തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ കിട്ടുന്നവർ ആ മുണ്ടൊക്കെ ഒന്ന് ലൂസാവും അല്ലേ? അരയില് ബെൽറ്റൊക്കെ ഒന്ന് ലൂസാവും. എന്തുകൊണ്ട്? നല്ല പണി കഴിഞ്ഞിട്ടേ വരണത്. ഇന്നലെ നമ്മൾ പറഞ്ഞു തറാവീഹ് എത്ര നിസ്കരിക്കണമെന്ന്. അത്ര നിസ്കരിച്ചാലാണ് കേട്ടുള്ളൂ. അടി പിന്നെ വയറൊന്നും ലൂസായിക്കൊള്ളുന്നില്ല. 20 നിസ്കരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വിയർത്ത് പോകുമ്പോ ആ വിയർപ്പോടുകൂടെ വിസർജനം നടന്നു.
മോഹങ്ങൾ പൂവണിയുന്ന സ്വർഗം. അങ്ങനെയുണ്ട്. മോഹങ്ങൾ പൂവണിയുന്ന അത്ഭുത ലോകമാണ് സ്വർഗം. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലർ ആഗ്രഹിക്കും, പടച്ചോനെ എനിക്ക് കുട്ടി വേണം. ചില ആൾക്കാർക്ക് ഒരു 3 പിള്ള കൂടെ എപ്പോഴും വേണം. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരാൾ, എപ്പോഴും പേരക്കുട്ടികളെ വളർത്തി അവസാനം പേരക്കുട്ടികളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കിടാവിനെ മേടിച്ചു കൊടുത്തു. എന്ത് കിടാവ്? ഒരു നല്ലൊരു മുരികിടാവിനെ, പശുക്കിടാവിനെ മേടിച്ചു. അപ്പൊ അതിനെ വളർത്തുന്നുണ്ട്. എപ്പോഴും കുട്ടികളെ വാത്സല്യപ്പെടുത്തി താലോലിച്ച് പുന്നാരിച്ച് കൊണ്ട് നടക്കുന്ന എന്തൊരു വർത്താനാണ് ആ കിടാവിനോട് പറയുന്നത്. നല്ല നല്ല പുന്നാരിച്ചുള്ള വർത്താനം. നമ്മൾ ഓർക്കും ഏതോ ഒരു പ്രിയപ്പെട്ട ആളോട് സംസാരിക്കുന്ന പോലെ. ഈ പുല്ല് വെള്ളം എന്നൊക്കെ പറയുമ്പോഴാണ് അത് മൃഗത്തോടാന്ന് തോന്നുള്ളൂ. അത്രയും സ്നേഹിച്ച് വാത്സല്യം. ചില ആളുകൾക്ക് എപ്പോഴും വേണം 2 പിള്ളേർ കൂടെ. അങ്ങനെയാണ് മോളുടെ മക്കള് വിരുന്നിന് വന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മോന്റെ 2 കൊണ്ട് നിർത്തും. അങ്ങനെ ഉണ്ട് എല്ലാവർക്കും. ചിലർക്ക് ഇങ്ങനെ സ്വർഗത്തിലെത്തിയ എന്താ ആഗ്രഹിക്കുക? ചിലർ പറയും എനിക്ക് കുതിരനെ വേണം. ഞാൻ ആദ്യം പറഞ്ഞില്ല, കർഷകൻ പറയും എനിക്ക് ഇവിടെ കൃഷി ചെയ്യണം. ഒരാൾ പറയാണ്, പഠിച്ചവനെ എനിക്ക് ഇവിടെ 2 കുട്ടികളെ വേണമല്ലോ. എന്താ ചെയ്യുന്നിപ്പോ? ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കുട്ടികളെ പ്രസവവും കാര്യങ്ങളൊക്കെ വെച്ച് പ്രയാസമുള്ള സ്ഥലമല്ലേ. ഇവിടെ അങ്ങനെയുള്ള ഇടങ്ങേറുകളൊന്നുമില്ല. അപ്പൊ എന്താ ഇപ്പൊ ചെയ്യപ്പോ അതിന്റെ അങ്ങനെയുണ്ടല്ലോ. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് ആകെ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല, പഠിച്ചവനെ എനിക്ക് കുട്ടി വേണം. എന്താ ഇതിന് ചെയ്യാ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇമാം ഖസ്സാനി ഇവിടുത്തെ ഇഹ്യാഇൽ രേഖപ്പെടുത്തുന്നു, ഒരാൾ വന്നുകൊണ്ട്, ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, ഹൽ ഫിൽ ജന്നത്തി ഖൈലുൻ ഫഇന്നഹാ തുഅജിബുനി. റസൂൽ അങ്ങനെ സ്വർഗ്ഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാണ്. അത് കേട്ടപ്പോ സന്തോഷം തോന്നി. അല്ലാഹുവേ, സ്വർഗ്ഗമെത്ര മനോഹരം, സ്വർഗമെത്ര മനോഹരം. മോഹിച്ച പഴം അടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമൊത്തിയിട്ടപ്പോഴും ഉല്ലാസമാ. ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. നബിയെ, സ്വർഗത്തെ കുറിച്ച് ഞാൻ കേട്ടു. ഒരു 3 സ്വലാത്ത് ചൊല്ലി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, നിന്റെ സ്വർഗം തരണേ അല്ലാ. നിന്റെ സ്വർഗം കിട്ടാൻ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിന്റെ പേപ്പറുകൾ ഏതാ, അതിന്റെ യോഗ്യതകൾ എന്താ അറിയാതെ അതിലേക്ക് ഞങ്ങൾ ചെന്ന് ചേരാനുള്ള ഒരു ഗുരുത്വവും പൊരുത്തവും അതിനുള്ള നിന്റെ ഖളാഉം ഞങ്ങളിൽ തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ അതിനെ പറ്റിയ കാലമാണെന്നാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിന്റെ സ്വർഗത്തോട് ഞങ്ങളെ ചേർക്കണേ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ആഗ്രഹിച്ചു പോവാവുന്ന അവിടേക്ക് എത്താൻ. അപ്പോഴുണ്ട് ഒരു സ്വഹാബി ഉറപ്പിച്ചു, എനിക്ക് സ്വർഗം കിട്ടും. ഞാൻ സ്വർഗത്തിൽ പോയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെ വേണമല്ലോ. അറിയാതെ ചോദിച്ചു, നബിയെ, സ്വർഗം എനിക്ക് കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ഒരു നല്ല കുതിരയെ കിട്ടണം നബിയെ. സ്വഹാബിയുടെ സ്വപ്നം അതാ, ഒരു നല്ല ബെൻസ് കാറ് കിട്ടണം, എനിക്കൊരു കുതിരയെ കിട്ടണം. ഒരു നല്ല കുതിരയെ അവിടെ കിട്ടുമോ നബിയെ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, കുതിരകളുടെ കൂട്ടത്തിൽ ഇൻ അഹ്ബബത ദാലിക അതൈത ബിഫർസിൻ മിൻ യാഖൂതത്തിൻ ഹംറാ. മോനെ, നിനക്ക് ആഗ്രഹം ഒരു വെറും കുതിരയാണ് എങ്കിൽ നിനക്ക് അവിടെ കിട്ടാ ഏറ്റവും മുന്തിയ തരത്തിൽ വിലപിടിപ്പുള്ള പന്തയ കുതിര തന്നെ കിട്ടും. അതിന്റെ മാംസവും അതിന്റെ എല്ലും തൊക്കും അതിന്റെ രക്തവും എല്ലാം മിൻ യാഖൂതത്തിൻ ഹംറാ, ചുവന്ന മാണിക്യം പോലെ. സയ്യിദുനാ റസൂലുള്ളാഹി നബിയെ, ആ കുതിരയുടെ വേഗത്തിലുള്ള ഓട്ടം, അതിന്റെ കുതിപ്പ് എനിക്ക് അത്ഭുതം തോന്നാ, സങ്കല്പിക്കാവതല്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സ്വർഗത്തിലെ കുതിര കിതച്ചോടുകയല്ല, ഫതതീറു ബിക മിനൽ ജന്നതി ഹൈസു ശിഅത. നീ ആഗ്രഹിക്കുന്ന വിശാലമായ ഏതൊരു വിസ്തൃതിയിലേക്കാണ് സഞ്ചരിക്കേണ്ടത്, അവിടേക്ക് നിന്റെ കുതിര നിന്നെയും വഹിച്ചുകൊണ്ട് പറക്കാണ് ചെയ്യാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിൽ സ്വഹാബി ആഗ്രഹിച്ചതൊരു കുതിര വേണമെന്നാ. നമുക്കെന്താ ആഗ്രഹം?
അള്ളാഹു തരട്ടെ. സ്വർഗത്തിൽ ആഗ്രഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടാണ്. ആ വീട് സ്വർഗത്തിൽ ഞാനിവിടെ, എൻ്റെ ഹബീബിന്റെ അയൽവാസിയാ ഞാൻ, അങ്ങനെ പറയാൻ ആഗ്രഹിക്കേണ്ടത്. ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം ഞാനെവിടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് ഒരു നോമ്പുകാരൻ അല്ലാഹു കൊടുക്കും. നോമ്പ് കബൂലായാൽ 5 കാര്യങ്ങൾ കൊടുക്കും. റമദാൻ അനുകൂലമാണ് എങ്കിൽ അല്ലാഹു 5 കാര്യങ്ങൾ നൽകും. ആ 5ഉം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് പറയാം, നോമ്പുകാരൻ അല്ലാഹു കൊടുക്കുന്ന നോമ്പ് കബൂലായാൽ കിട്ടുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേത്, മഹ്ശറയിൽ റമദാൻ വന്നുകൊണ്ട് സുജൂദിൽ കിടക്കും. അല്ലാഹുവോട് പറയും, എന്റെ നോമ്പുകാർ ഇവിടെ ഉണ്ട് അല്ലാ, ഈ സുജൂദിൽ നിന്നും ഞാൻ തല ഉയർത്തണമെങ്കിൽ റമദാനാകുന്ന ഞാൻ ശഫാഅത്തിന് വന്നതാണ് അല്ലാ, ഞാൻ തല ഉയർത്തണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന 5 കാര്യം എന്റെ നോമ്പുകാരന് നീ നൽകണമല്ലാ. ദുആ ചെയ്യുമല്ലോ, അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫൽ അളീമൽ മുബാറക റമളാൻ. അല്ലാഹുവേ, അനുഗ്രഹീതമായ റമളാനെ നീ ആക്കിത്തരണേ. സാഹിദൻ ലനാ, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ. ലാ സാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമാക്കല്ലേ അല്ലാ. വജഅൽഹു ഹുജ്ജത്തൻ ലനാ, ഞങ്ങൾക്ക് ഈ റമളാനെ നീ ഒരു തെളിവാക്കി തരണേ അല്ലാ. ലാ ഹുജ്ജത്തൻ അലൈനാ, പടച്ചോനെ ഞങ്ങൾക്ക് എതിരെ റമളാൻ തെളിവാവല്ല അല്ലാ. അല്ലാഹു ഈ ദുആ നമുക്ക് നസീബാക്കട്ടെ. റമളാൻ സുജൂദില അല്ലാഹുവോട് പറയും, ഞാൻ നിന്നോട് 5 കാര്യം ചോദിക്കും, 5ഉം എന്റെ നോമ്പുകാരന് നീ കൊടുത്തേ പറ്റൂ. ഒന്നാമത് ഞാൻ പറയട്ടെ, ഈ മഹ്ശറയുടെ വിശാല വിസ്തൃതിയിൽ ഇത്രയും കോടിക്കണക്കിന് സൃഷ്ടികൾ ഒത്തുകൂടിയ ഈ തിരക്കിൽ റമളാൻ കബൂലായവനെ തിരിച്ചറിയാൻ എന്റെ നോമ്പുകാർക്ക് റബ്ബേ നീ ഒരു മനോഹാരിതയുടെ കിരീടം ചാർത്തണം അല്ലാഹ്. റമളാൻ കബൂലായവർ മഹ്ശറയിൽ തിരിച്ചറിയാൻ അവരുടെ ശിരസിൽ ഒരു കിരീടം അല്ലാഹു വെച്ചു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പറയും, അല്ലാഹുവേ, മഹ്ശറയിൽ നിന്നും ഇനി സ്വർഗത്തിലേക്ക് പോവാനുള്ളതാ. സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ ആ സ്വർഗത്തിലേക്കുള്ള വഴി നീ വെച്ചിട്ടുള്ളത്. അല്ലാഹു അതിവേഗത്തിൽ അതിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ, സിറാത്ത് എന്ന പാലത്തിലൂടെ എന്റെ നോമ്പുകാരനായ പ്രിയപ്പെട്ടവൻ പോകാൻ സിറാത്തിന്റെ മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ച, ഒരു മുടി 7ആയി കീറിയതിനേക്കാളും നേർത്ത ഭാഗം ചെരുപ്പിടാതെ എന്റെ നോമ്പുകാരൻ അവിടെ കാല് വെച്ചാൽ മുറിയും അല്ലാ. എന്റെ നോമ്പുകാരന്റെ കാലിലേക്ക് അടിയിൽ നിന്നും നരകത്തിന്റെ വമിക്കുന്ന ഉഷ്ണം ആ കാലിൽ പൊള്ളലേൽപ്പിക്കാൻ പാടില്ല. അവൻ പേടിച്ചു പോകാൻ പാടില്ല, പകച്ചു പോവാൻ പാടില്ല. വലിയ വലിയ ഗ്ലാസ് ബ്രിഡ്ജുകൾ നമ്മുടെ മുന്നിൽ ഭയം തീർക്കുന്നുണ്ട്. ചൈനയിലുണ്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അതിന്റെ മുകളിൽ കാല് വെച്ചാൽ ഇത്ര കിലോഗ്രാം ഭാരം അതിലെത്തിയാൽ അതിൽ ഒരു പ്രത്യേകമായ അടയാളം വീഴും, പൊട്ടുന്ന പോലത്തെ ഒരു അടയാളം. കുറച്ചു കഴിയുമ്പോൾ അത് ചൂട് പിടിച്ചാൽ അത് പഴയ പോലെയാകും. സിറാത്തിന്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞ ഒരു മനുഷ്യൻ അടിയിലെ നരകത്തിന്റെ അലറി വിളിയും. അവിടം പറയാൻ എത്തോ? എന്റെ നോമ്പുകാരൻ അതിലൂടെ അങ്ങനെ പോവാൻ പാടില്ല. അമ്പിയാക്കൾ പോയ ബുറാക്ക് വരട്ടെ, എന്റെ നോമ്പുകാരൻ ഇവിടുന്ന് സ്വർഗത്തിൽ ബുറാക്കിന്റെ മുകളിൽ പോകട്ടെ. സുജൂദിൽ കിടന്നുകൊണ്ട് റമളാൻ അല്ലാഹുവോട് ആവശ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്രേ? 2 മൂന്നാമത്തേത്, അല്ലാഹുവേ, നോമ്പെടുത്ത സഹോദരിമാർക്ക് സ്വർഗത്തിൽ സേവകരായി ഹൂറുലീന കൊടുക്കണം. നോമ്പെടുത്ത സഹോദരന്മാർക്ക് ഇണകളായി ഹൂറുലീന നീ കൊടുക്കണം. 1000 പേരെ വെച്ച് കൊടുക്കണമെന്ന് നോമ്പ് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ ആവശ്യപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 3. നാലാമത്തേത്, സ്വർഗത്തിൽ എവിടെയെങ്കിലുമല്ല താമസം കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട നോമ്പുകാരന് നീ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ കൊടുക്കണേ. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. അല്ലാഹു നീ നസീബാക്കണേ അല്ലാ. 5ാമത്തെ സൗഭാഗ്യമുണ്ട്. 5ാമത്തെ സൗഭാഗ്യം, ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ നോമ്പുകാരന്റെ അയൽവാസി അല്ലാഹുവേ നിന്റെ ഹബീബാവട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പുണ്യനബിയുടെ അയൽവാസിയായി കഴിയാനുള്ള ഭാഗ്യമേ
സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അള്ളാഹുവോട് അത് ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുമ്പ് SMK തങ്ങൾ വഫാത്താവുന്നതിന് മുമ്പ് ഒരു 20 ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ, അവൻ ജിദ്ദയിൽ ജോലി ചെയ്യാം, അപ്പൻ അവന്റെ വീട് പണി എന്തൊക്കെ ചെയ്തിട്ടോ ആ വീട് പണി തീരണില്ല. അപ്പൊ അവൻ നല്ലൊരു മോനാ. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ അവനെ ഓർത്തിട്ട് പറയാ, അല്ലാതെ വേറെ ആരും ഓർത്തിട്ടല്ല, നീ ആ തങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോ അവരുടെ വീട് പണിയൊന്നും തീരാൻ വേണ്ടി ദ്വാരക്കാൻ പറ. എത്ര കാലായി കഷ്ടം, പാവങ്ങൾ അത്രയും ഇടങ്ങേറാവണം ആ കൊച്ചിനെ ഓർത്തിട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവന്റെ വാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ച് പോവാൻ തങ്ങളുടെ അടുത്ത് ദ്വാരക്കാൻ. ആയിക്കോട്ടെ. മൂപ്പര് വരാൻ മനസ്സില്ല. അന്ന് മൂപ്പർക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഷർട്ട് തേച്ചിട്ടില്ല. അതാണ് ആദ്യം പറഞ്ഞ കാരണം. നാളെ ആയിപ്പോരാ, അല്ലെങ്കിൽ അങ്ങനെ പിന്നോട്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആവട്ടെ. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കയറ്, നമുക്ക് പോവാം. കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ആവശ്യം പറയും. അപ്പൊ അദ്ദേഹം പറയാണ്, തങ്ങളോട് എന്റെ പൊന്ന് തങ്ങളെ എങ്ങനേലും ഒന്ന് വാർത്ത് കിട്ടിയാൽ മതി, ഒന്ന് കയറി കൂടാനാന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ചോദിച്ചു, എന്താ? എങ്ങനേലും ഒന്ന് വാർത്തിട്ടാൽ മതി, ഒന്ന് കയറി കൂടാനാണ്. വീടിന്റെ പണിയുടെ കാര്യം പറഞ്ഞു. തങ്ങൾക്ക് ആ പറച്ചിൽ ഇഷ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങളെ അങ്ങനെയല്ല, എല്ലാ പണികളും കഴിഞ്ഞ്, തേപ്പും കഴിഞ്ഞ്, പുട്ടിയിടലും കഴിഞ്ഞ്, പെയിന്റിങ്ങും കഴിഞ്ഞ്, എല്ലാ പണികളും കഴിഞ്ഞ് സുഖസുന്ദരമായി മനോഹരമായ ശേഷം അവർക്ക് അതിൽ പാർക്കണം. അത് വൈകാൻ പാടില്ല, അതിനത് പാർക്കണം. അങ്ങനെയാ പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. എന്തായാലും ദ്വാരക്കല്ല. അള്ളാന്റെ അടുത്ത് എന്താ ഇതിപ്പോ തേക്കാനുള്ള സിമെന്റ് ഇല്ലാഞ്ഞിട്ടാണോ? എങ്ങനെയും വാർത്തിട്ടാ മതി എന്ന് പറയാ. അള്ളാഹുവിനുള്ള കൊടുക്കാൻ എത്രയുള്ള ചെറുത് ചോദിക്കരുത്, വലുത് ചോദിക്കണം. അള്ളാഹുവോട് ചോദിക്കുമ്പോ എപ്പോഴും മുന്തിയതാ ചോദിക്കാവുള്ളൂ, വലുതാ ചോദിക്കാവുള്ളൂ. കാരണം മൂപ്പർക്ക് ചോദിക്കണതും ഇഷ്ടമാണ്, കൊടുക്കാനും ഇഷ്ടമാണ്. ചോദിച്ചാൽ എത്ര കൊടുത്താലും തീരാത്തത് അവിടെ ഉണ്ട് താനും. അപ്പൊ ഈ കാരണവരെ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എങ്ങനെ ചോദിക്കുന്നുണ്ട്? അല്ലാതെ ഈ നമുക്ക് ഓരോ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി അള്ളാന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കാണിക്കേണ്ടത്. അത് എല്ലാം കഴിഞ്ഞ് പെരവണി പാർക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടാ അന്ന് നിനക്ക് ആ മതിലിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞ് ദ്വാരക്കാറുണ്ട്, ഞാനിപ്പോ അതിനു വേണ്ടി അടങ്ങാറാവുണ്ടല്ലോ. അങ്ങനെയാണ്. അപ്പോ ദ്വാരക്കാൻ പറയുമ്പോ, ദ്വാ ചെയ്യാൻ പറയുമ്പോ മഹാന്മാരോട് പറയേണ്ട ആ ഒരു ശൈലി, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോടൊക്കെ ബന്ധപ്പെടാൻ കിട്ടുന്ന സമയത്ത് ദ്വാ ചെയ്യാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസേ പറയാൻ കിട്ടുള്ളൂങ്കിൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നത് പറയാറുണ്ട് ചിലര്. ആഖിബത്തൊന്ന് നന്നായി കിട്ടണം അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയല് അതൊരു ചെറിയൊരു വാക്കാണ്, പക്ഷെ അതിന് വലിയ അർത്ഥമാണുള്ളത്. അവസാനം നന്നായി ഒന്ന് കെലിമല്ലി മരിക്കണം, അതിനൊന്ന് ദ്വാരം നിൽക്കണം, അങ്ങനെ പറയണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു വലിയ കാര്യമായിട്ടത്, അതൊരു തമാശയല്ലത്. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യം. അത് എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് സംഭവിക്കാവുന്ന കാര്യ. അവസാനം നന്നാവണം, ആ അവസാനം എപ്പോ വേണമെങ്കിലും ആവണം. അങ്ങനെയാണ് ചോദിക്കുമ്പോ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അങ്ങനെയാണ് സ്വർഗവാസി ആഗ്രഹിച്ചു, എനിക്കവിടെ വേണ്ടത് കുതിരയാണ് നബിയെ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ പശുവിനൊക്കെ വളർത്തുന്ന എത്താമാരോട് ചെന്ന് നല്ല ജേഴ്സി പശുവിനെ ചോദിക്കും, പക്ഷെ പറയാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോ ഓരോ ആഗ്രഹങ്ങളാണ്, എന്താഗ്രഹിച്ചാലും അത് അപ്പൊ തന്നെ കിട്ടല്ലേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് കുതിര വേണമെന്ന് പറഞ്ഞ സഹാബിയോട് ഇങ്ങനെ റസൂലുള്ളാഹി മറുപടി പറഞ്ഞപ്പോ ഒരു സഹാബിയോട് എന്നിട്ട് പതുക്കെ പറഞ്ഞു, നബിയെ എനിക്ക് കുതിരേനല്ല ഇഷ്ടം, എനിക്ക് ഒട്ടകത്തെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഒരു സഹാബി പറഞ്ഞു, നബിയെ വഖാല ലഹു റജുലുൻ ഇന്നൽ ലിബല തുഅജിബുനി, എനിക്ക് കുതിരയെക്കാളും ഇഷ്ടം ഒട്ടകത്തെ കിട്ടലാണ് നബിയെ. ഒരു വർണ്ണനയിൽ ലയിച്ചു പോകുന്ന സമൂഹം ഇപ്പൊ സ്വർഗത്തിലാവരുള്ളത്. അവരുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിന്റെ വർണ്ണനയിൽ സ്വർഗത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് അവർ പറയാ, എനിക്ക് ഒട്ടകം മതി നബിയേ, എനിക്ക് ഒട്ടകം മതി നബിയേ. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ഫഹൽ ഫിൽ ജന്നത്തി മിൻ ഇബ്ൽ, സ്വർഗത്തിൽ വല്ല ഒട്ടകത്തെയും കിട്ടുമോ നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ഇബ്ദല്ലാഹ് ഇൻ ഉദ്ഖിൽതൽ ജന്നത ഫലക ഫീഹാ മസ്തഹത നഫ്സുക വലദത് ഐനാക. അല്ലാഹുവിന്റെ അടിമേ, നിനക്ക് അല്ലാഹ് സ്വർഗം തന്നാൽ നിന്റെ കണ്ണ് ആഗ്രഹിച്ച് കണ്ടു കൊതി തീരാത്ത എന്തോ അതൊക്കെ അല്ലാഹു തരും. നിന്റെ കൽബ് മോഹിക്കുന്നത് മുഴുവൻ അല്ലാഹു നിനക്ക് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിയ ആൾക്ക് കുഞ്ഞുണ്ടാവാൻ മോഹിക്കുമത്രേ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നർ റജുല മിൻ അഹ്ലിൽ ജന്നത്തി ലയൂലദു ലഹുൽ വലദു. ഒരു വാപ്പ അവിടെ വെച്ച് ആഗ്രഹിക്കും, എനിക്കൊരു മോനുണ്ടായാൽ.
അപ്പൊ മാത്രം ആഗ്രഹിച്ചാൽ നടക്കോ? ആഗ്രഹിച്ചതൊക്കെ നടക്കുമെന്നാണല്ലോ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു വാപ്പ അവിടെ ആഗ്രഹിക്കും, എനിക്ക് അവിടെ ഒരു മോനുണ്ടാവണമെന്ന്. കമായസ്തഹി, ഭൂമിയിൽ വെച്ചുകൊണ്ട് അവൻ ആഗ്രഹം തോന്നിയ പോലെ ആഖിറത്തിൽ അവന് സ്വർഗത്തിലൊരു കുട്ടി ഉണ്ടാവാൻ ആഗ്രഹിച്ചു പോകുമ്പോൾ ഇബാറത്ത് ഞാൻ വായിച്ചു പറയാം. യകൂനു ഹംലുഹു വഫിസാലുഹു വശബാബുഹു ഫീ സഅത്തിൻ വാഹിദാ. ഒരു ഗർഭം അവിടെ രൂപപ്പെട്ട്, അതെങ്ങനെയോ അല്ലാഹു നിശ്ചയിച്ച രൂപത്തിൽ അതിലൊരു കുഞ്ഞിന്റെ പ്രസവം നടന്ന് ആ കുഞ്ഞ് യൗവനത്തിലെത്താൻ ഒരൊറ്റ സെക്കൻഡ് മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ്. അല്ലാഹുവേ, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാത്തൊരു ലോകാണെന്ന് തുടങ്ങിയപ്പോ പറഞ്ഞു. നമ്മൾ കണക്കൂട്ടിനോടത്തിലല്ല സ്വർഗമുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുമ്പൊരു മന്ത്രി വായി തോന്നിയൊക്കെ പറഞ്ഞു. സ്വർഗത്തെ പറ്റി കേരളത്തിലൊരു മന്ത്രി വായി തോന്നിയതൊക്കെ പറഞ്ഞത് ഈ സ്വർഗത്തെ പറ്റി ഒരു കുന്തോ അറിയില്ല. ഇത്രയൊക്കെ ഖുർആൻ പറഞ്ഞു തന്നിട്ടും ഈ സ്വർഗത്തെ വർണ്ണിച്ചു തീരാൻ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സ്വർഗത്തെ പറഞ്ഞു തുടങ്ങി. നമുക്കിപ്പോ സ്വർഗാണെന്ന് തോന്നുന്നത് ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വരുമ്പോൾ തോന്നും. ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അത് ഓതാനാ. അതെ, അവിടെ എത്തുമ്പോൾ ചിലർ ഉറക്കോതും ഇത്തിരി സ്പീഡില്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ 1044 സ്ഥലത്തുണ്ട് ആ ഒരു പ്രയോഗം. എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ അരുവികളും തോട്ടങ്ങളും ആ പറഞ്ഞത്. ഇത് എല്ലാം ഒന്നല്ലത്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ നമ്മൾ ഓതി വരുമ്പോ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇരിക്കുക. നമ്മൾ ഓർത്ത് ഈ സ്വർഗത്തിലാകെ ഈ പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെ ഓരോ സ്ഥലത്ത് പറഞ്ഞ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അത് അടുത്ത സ്ഥലത്ത് വരുമ്പോൾ ആ ആശയം അല്ല. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഒരിടത്ത് ഓതി അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അത് തന്നെ അല്ലത്, വേറേത്. ഇതെല്ലാം വ്യത്യസ്ത. നമ്മൾ ഹോമിയോ ഗുളിക കുപ്പി തുറന്ന് എല്ലാം നിർത്തി വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിലിപ്പോ ആ കുപ്പി നിർത്തി ഈ കുപ്പി നിർത്തി നമുക്ക് മാറിപ്പോവും. ഹോമിയോ ഗുളിക അങ്ങനെയുള്ള എല്ലാം ഒരുപോലെ രുചിയും നിറവും. ഇപ്പാണെങ്കിൽ അതിലൊരു അപ്ഡേഷൻ വന്നിട്ട് കുപ്പിയുടെ അടുപ്പ് കറുപ്പ്, ചുവപ്പ്, പച്ചയൊക്കെ വന്നിട്ടുണ്ട്. ഈ കുപ്പി അങ്ങോട്ടും കൂടെ അടുപ്പ് മാറിപ്പോയാലോ അല്ല ഇരുട്ടത്ത് നിന്ന് തുറന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഇപ്പം ഒക്കെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മൾ ഹോമിയോ ഗുളിക കണ്ട മാതിരിയാണ് ഇപ്പൊ ഈ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഇമാം റാസി പറയുന്നുണ്ട്, ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് അതേപോലെ ഇപ്പുറത്ത് വന്ന. ഇപ്പൊ നമ്മൾ നിരന്തരം കാണുന്ന ഒരു ആയത്താണ് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. ഒരെണ്ണം പറഞ്ഞു തന്നെയാണ് അപ്പുറത്ത്. അല്ല, ഓരോന്നിനും ഓരോ അർത്ഥം, ഓരോ ലക്ഷ്യം. അതാണ് ഖുർആൻ. സ്വർഗത്തിൽ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധി നദികളും തോട്ടങ്ങളും. അതേക്കുറിച്ച് പറയുന്ന ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഒന്ന് പറഞ്ഞതല്ല അടുത്തത്, അത് വ്യത്യസ്ത. ആ വ്യത്യസ്തതയെ ഖുർആൻ വിഭാവനം ചെയ്യുക. അത് ഖുർആൻ കൊണ്ട് മാത്രമേ പറ്റൂ. ഖുർആൻ കൊണ്ട് മാത്രമേ പറ്റൂ. അങ്ങനത്തെ ഒരു ലോകം നമുക്ക് കണ്ടു തീർക്കാനോ പറഞ്ഞു തീർക്കാനോ കേട്ടു തീർക്കാനോ ചിന്തിച്ച് കണക്ക് കൂട്ടാനോ കഴിയാത്തൊരു ലോകമാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് എത്തി. അള്ളാഹു തരട്ടെ, അള്ളാഹു സ്വർഗം തരട്ടെ. സ്വർഗത്തിലെത്തി. സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ചിലരെ ആഗ്രഹിക്കും, അള്ളാഹുവേ ഇക്കാക്ക സ്വർഗത്തിലുണ്ടെന്നാ ഞാൻ അറിഞ്ഞത്, കണ്ടില്ലല്ലോ. അങ്ങനെ എന്റെ ഹജ്ജിന് പോയി ഉംറക്ക് പോയി ഇപ്പൊ ഹറമിലുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ പ്രവാസി സഹോദരന്മാർ ജിദ്ദയിലുള്ളവർ ഓടി വരും, റിയാദിലുള്ളവർ ഓടി വരും, തായിഫിലുള്ളവർ ഓടി വരും. എന്റെ അയൽവാസി ഈ വർഷം ഹജ്ജിന് വന്നിട്ടുണ്ട്, CCAയിലുണ്ട്, അല്ലെങ്കിലോ വേറെ എവിടെയിലുണ്ട്, ഓടി വരും. അവർ വരുന്നൊരു വരവുണ്ടല്ലോ. അള്ളാഹുവേ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ജിദ്ദയിലേക്ക് എയർപോർട്ടിലേക്ക് ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ KMCCയുടെ പ്രവർത്തകരടക്കമുള്ള നമ്മുടെ സഹോദരന്മാരങ്ങ് വരും. സ്വർഗത്തിൽ വെച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആഗ്രഹം തോന്നും, പടച്ചോനെ എന്റെ മൂത്താപ്പ് ഇവിടെ ഉണ്ട്, എന്റെ വാപ്പ ഇവിടെ ഉണ്ട്, എന്റെ ഉമ്മ ഇവിടെ ഉണ്ട്. സ്വർഗത്തിൽ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദസ്തഖറ അഹ്ലുൽ ജന്നത്തി ഫിൽ ജന്ന. സ്വർഗത്തിലെ താമസം തുടങ്ങി, സ്വർഗത്തിലെ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ സ്വർഗവാസി ഇസ്താഖൽ ഇഖ്വാൻ ഇലൽ ഇഖ്വാൻ. പിന്നെ അവിടെയുള്ള ആകെയുള്ള ഒരു പരിപാടി കറങ്ങാൻ പോക്കാണ്. ആ ആളെ കാണാൻ പോകാൻ, ഈ ആളെ നല്ല ഓർമ്മയും ബോധമാണ്. സ്വർഗത്തിലല്ലേ, നല്ല ഓർമ്മ കിട്ടും. ഇന്ന ആളെ കണ്ടില്ലല്ലോ, ആ ആളെ കണ്ടില്ലല്ലോ. നമ്മുടെ ആയുസ്സിൽ ആരൊക്കെ കാണാനുണ്ടോ എല്ലാവരും കാണാൻ പോകും. അതല്ലാതെ വേറൊരു പരിപാടിയില്ല അവിടെ. അപ്പൊ ആ ആളെ കാണാൻ പോകാൻ ആഗ്രഹിക്കും. അങ്ങനെ കാണാൻ നേരത്ത് ഫയസീർ എങ്ങനെയാ പോകാന്നറിയോ? ഫയസീറു സരീറുൻ സരീറു ഹാദാ ഇലാ സരീരി ഹാദാ.
പറക്കുന്ന ഒരു കട്ടിൽ അവരുടെ മുന്നിലേക്ക് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ മുകളിലേക്ക് അങ്ങ് കയറിയിരുന്നാൽ ആ പറക്കുന്ന കട്ടിലങ്ങ് പറക്കും. ആ കട്ടിലിനറിയാം ഈ മനുഷ്യന്റെ മനസ്സിൽ എവിടേക്ക് പോകണം എന്ന്. പറയേണ്ടതിൽ അങ്ങോട്ട് പോകും. അപ്പോഴുണ്ട് ഈ മനുഷ്യൻ കാണാൻ വരുന്നത് ആഗ്രഹിച്ച പോലെ ആ മനുഷ്യനും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ കട്ടിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ രണ്ട് കട്ടിലുകൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടും. ഫയൽ തഖിയാൻ, രണ്ട് കട്ടിലുകൾ ഇങ്ങനെ നിന്ന് കണ്ടുമുട്ടും. എന്നിട്ടോ വയതഹദ്ദസാൻ, രണ്ടുപേരും നിന്നുകൊണ്ട് വർത്തമാനം തുടങ്ങും. ഇവരിങ്ങനെ വരും. കട്ടിലിൽ ഇവിടെ നിന്നിട്ട് ഒരാൾ വർത്തമാനം വരും, മറ്റേ ആൾ കേൾക്കും, ഇവനങ്ങോട്ട് വരും. ഈ പറയണ മുഴുവനും ദുനിയാവിലെ കാര്യങ്ങളാണ്. എന്തൊക്കെയാ പറയാന്നറിയോ? ഭൂമിയിൽ അവർക്കുണ്ടായ മാക്കാന ബൈനഹുമാ ഫീ ദാരി ദുനിയാ. അന്ന് ചെറുപ്പത്തിൽ ഊഞ്ഞാല് കെട്ടി കളിച്ചത്, മീൻ പിടിക്കാൻ പോയത്, പന്ത് കളിക്കാൻ പോയത്, എല്ലാ കുസൃതികളും അവർ പറയും. എന്നിട്ട് ചോദിക്കും, എടോ കൂടപ്പിറപ്പേ, നീ ഓർക്കുന്നുണ്ടോ? തദ്കുറു യൗമകദ, ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഫീ മജ്ലിസികദ, അവിടെ വെച്ച്. എനിക്ക് ഓർമ്മയുണ്ടേ. ആ എനിക്ക് ഓർമ്മയുണ്ട്, നീ ഓർക്കണില്ല എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് കളിയും ചിരിയാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് ദ്വാരുന്നു, അള്ളാഹു നമുക്ക് പുറത്തു വന്നു, അങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് വർത്താനം തീരാ. സാധാരണ ലോക്കൽ നാടൻ ശൈലി എങ്ങനെയോ അതുപോലെ അവർ ആസ്വദിച്ച് അങ്ങും ഇങ്ങും ഇടപഴകുമെന്ന് പരിശുദ്ധ റസൂൽ. ദുനിയാവിൽ ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഉവ്വാ, അന്നാ കല്യാണത്തിന് പോയത്, ഉവ്വാ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ഓർക്കും, അവിടെ എല്ലാം ഓർക്കും. അന്ന് അവിടെ വെച്ച ആളെ കണ്ടത്, ഈ ആളെ കണ്ടത് എല്ലാം കണ്ട് എല്ലാം ഓർമ്മ. അവസാനം അവരുടെ വർത്താനം തീരാൻ പോയപ്പോ എന്താ ഫദഅഊനല്ലാ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് ഒരുപാട് ദ്വാരുന്നു, അങ്ങനെ അള്ളാഹു നമുക്ക് പുറത്തു വന്നു, അങ്ങനെ സ്വർഗം കിട്ടി ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. എന്നാ പോവല്ലേ? ഇതാണ് കണ്ടു പിരിഞ്ഞു, ഇതാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹ്ശറയിലേക്ക് ചെന്ന ചില മുഖം കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇത് സ്വർഗത്തിലേക്കാണ്. ചില ആയത്തുകൾ ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. എല്ലാ വെള്ളിയാഴ്ച തോതലുണ്ട്, എപ്പോഴും കേൾക്കലുള്ളതാ. ഇവിടെ എന്താ പറഞ്ഞത്? അന്ന് മഹ്ശറയിൽ നിൽക്കുമ്പോൾ ചില മുഖം നമുക്ക് കാണാൻ പറ്റും. എന്തോ ഒരു ഗ്ലാമറാണ് ആ മുഖം. ചില മുഖങ്ങളുണ്ട് അന്നത്തെ ദിവസം കറുത്തിരുണ്ടിരിക്കും. അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. ചില മുഖങ്ങൾക്കൊരു തെളിച്ചം കാണാം, ഒരു വെളിച്ചം കാണാം. ആ മുഖങ്ങൾ കാണുമ്പോ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ അമലുകളൊക്കെ അല്ലാഹ് കബൂലാക്കി എന്ന റിസൾട്ടിന്റെ ഒരു തൃപ്തി അവരിലുണ്ടേ. അവരെവിടേക്കാ പോകുന്നതെന്നറിയുമോ? ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് അവർ പോകേണ്ടവരാണ്. അവരെത്തിപ്പെടുന്ന സ്വർഗമുണ്ടല്ലോ, ലാ തസ്മഉ ഫീഹാ ലാഗിയ, കലപില ശബ്ദങ്ങളൊന്നും അവിടെയില്ല. ഫീഹാ ഐനും ജാരിയ, ഒഴുകുന്ന പുഴകളല്ലാതെ ഒന്നും അവിടെയില്ല. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലെ ഒഴുകുന്ന പുഴകൾ, മുത്ത് ചിതറുന്ന പോലെ വെള്ളം തെറിക്കുന്ന പുഴകൾ. എത്ര സമാധാനപൂർണമായ പുഴയുടെ അന്തരീക്ഷം, എത്ര തണുത്ത അന്തരീക്ഷം. ഫീഹാ സുറുറും മർഫൂഅ, ഉയർത്തി വച്ചിരിക്കുന്നതായ കട്ടിലുകൾ ഉണ്ട് അവിടെ, ഉയർത്തി വച്ചിരിക്കുന്ന കട്ടിലുകൾ. വഅക്വാബും മൗളൂഅ, നമുക്ക് ഉപയോഗിക്കാനുള്ള കോപ്പകൾ, പാത്രങ്ങൾ, ഉപയോഗിക്കേണ്ട പാനങ്ങളിൽ നിരത്തി വച്ചിരിക്കുന്നു. അതിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു. പിന്നെയോ വനമാരിഖു മസ്ഫൂഫ, അടുക്കടുക്കായി അടുക്ക് ചിട്ടയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള പില്ലോകൾ, തലയിണകൾ അടുക്കി അടുക്കി വച്ചിരിക്കുന്നു. എന്ത് രസമാണിത് കാണാൻ, എന്ത് രസമാണ് കാണാൻ. ചില വീടുകളിൽ കബോർഡ് ഇങ്ങ് തുറന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി മടക്കി ചുരുട്ടി ചുരുട്ടി
വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഓരോ വകുപ്പ. ചില വീടുകളിലെ കബോർഡുകൾ തുറന്നാൽ പാത്രങ്ങളും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്ന ഭംഗി എങ്ങനെയോ ആ ഒരു ഭംഗിയെ സങ്കല്പിച്ചു നോക്കി. സ്വർഗത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള തലയിണകളും വിരിപ്പുകളും ഒക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, വിരിപ്പുകളിൽപ്പെട്ട ചില വിരിപ്പിനെ പറഞ്ഞത് സറാബിയും അബ്സൂസ, ചില വിരിപ്പുകൾ വിരിച്ച് തന്നെയാ വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഉപയോഗിച്ചാ മതി. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉമ്മമാര്, സഹോദരിമാര്, ഭാര്യമാര് പ്രശ്നം ഉണ്ടാക്കുന്ന ആ ബെഡ് വൃത്തിയേടാക്കുമ്പോഴാണ്. അതിപ്പാണ് വിരിച്ചിട്ടുള്ളത്, അതിന്റെ മുകളിലേക്ക് തന്നെ ഒന്ന് കേൾക്കണം, എവിടെ എടുത്ത് കിടക്കണ്ടേ ചങ്ങാതി. കാരണം എന്താ, അവർക്ക് അതങ്ങനെ അടുക്കും ചിട്ടയിലും വൃത്തിയിലും വെടിപ്പിലാക്കി വെക്കുക. അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് അത് അവർക്ക് നിർബന്ധം. സ്വർഗത്തിൽ ഇങ്ങനെ ഇനി ഉണ്ട കുത്തി മറിയണമെങ്കിൽ വിരിച്ചിട്ടേക്കാന്നാ ഖുർആൻ പറഞ്ഞത്. സ്വർഗത്തിലുള്ളതായ വിരിപ്പുകൾ വസറാബിയും അബ്സൂസ. നിങ്ങൾക്ക് തല കുത്തി മറിയണോ, വിരിപ്പൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, തലയണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊരു അച്ചടക്കമുള്ള ഒരു ബെഡ്റൂം പറഞ്ഞ പോലെ സ്വർഗം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. റമളാൻ കബൂലാക്കു അല്ലാ. നോമ്പുകൾ സ്വീകരിക്കു അല്ലാ. നിന്റെ സ്വർഗം നസീബാക്കണേ അല്ലാ. നിന്റെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിതത്തിൽ പല നിലക്കുള്ള ലാഭങ്ങളും നഷ്ടങ്ങളും നീ ഞങ്ങൾക്ക് ഖളാ ആക്കിയിട്ടുണ്ട്. ആഖിറത്തിന്റെ നഷ്ടങ്ങളിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പകരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, കടം വന്ന് പലതും വിറ്റുപോയവരുണ്ട് അല്ലാ. ഖൈറായ മറ്റൊന്ന് വാങ്ങാനും സമ്പാദിക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്തവർക്ക് ഖൈർ നൽകുക അല്ലാ. അനുഗ്രഹീതമായ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് റബ്ബേ നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ മക്കളുടെ എക്സാം പഠനമെല്ലാം നീ ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. ജോലി തേടുന്ന മക്കൾക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. നല്ല അവസരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, വീടില്ലാത്തവർക്ക് വീട് പണിയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. വാടകക്ക് താമസിക്കുന്നവർക്ക് റബ്ബേ ഒരു തുണ്ട് മണ്ണ് വാങ്ങി നല്ല ഒരു വീട് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ നീ പൊറുക്കാത്ത തെറ്റിലേക്ക് ഞങ്ങൾ പോവല്ലേ അല്ലാ. പുണ്യ റമളാന്റെ വിശുദ്ധി ഞങ്ങളുടെ ഖൽബിൽ റബ്ബേ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ്, നീ നിറവേറ്റിത്തരണേ അല്ലാ. നിന്റെ പുണ്യമാക്കപ്പെട്ട ഹറമുകളിലേക്കുള്ള ഞങ്ങളുടെ യാത്രകളെ നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഒരാളുടെയെങ്കിലും ഒരു വറ്റ് ആഹാരമോ ഒരിറക്ക് വെള്ളമോ ഞങ്ങൾ കുടിച്ചാൽ അവർക്ക് സ്വർഗമല്ലാത്ത മറ്റൊന്നും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരാളെങ്കിലും ഞങ്ങളുടെ നേരെ പുഞ്ചിരിച്ച് സന്തോഷം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ തരുന്ന സന്തോഷങ്ങൾക്ക് നീ ആഖിറത്തിന്റെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുക അല്ലാ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ മഹാരാജ്യത്തെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് റബ്ബേ നീ ആശ്വാസം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, നിന്റെ ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തിന്റെ വലിയ വലിയ പേമാരികൾ പെയ്തിറങ്ങാൻ ആവേശോജ്ജലമായ വാഗ്ദാരണികൾ കൊണ്ട് അമ്പരപ്പിച്ച മഹാനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഉസ്താദ് അവരുടെ രോഗങ്ങൾ നീ കൊടുത്തതല്ലേ അല്ലാഹുവേ, അതിന്റെ ശിഫാ നിന്റെ കയ്യിലല്ലേ അല്ലാഹുവേ. ബഹുമാനപ്പെട്ടവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ആ തളർന്നൊട്ടിയ ശരീരത്തിന്റെ ആ അവസ്ഥയിലും റബ്ബേ
എത്രയോ നൂറുകണക്കിന് ആളുകൾക്ക് കഴിയാത്തത് കഴിയുന്ന ആർജവവും മനക്കരുത്തും ഈമാനുമുള്ള ആ മനുഷ്യൻ അവിടെ കിടന്നുറങ്ങിയാലും നിന്റെ ദീനിന്റെ ദഅവത്ത് നടക്കുന്നുണ്ട്. സ്വലാത്തിന്റെ അമരധ്വനികൾ സത്യവിശ്വാസികളുടെ അധരകുസുമങ്ങളിൽ പൊഴിയുന്നുണ്ട്. അല്ലാഹുവേ റബ്ബേ, ആ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫാ നൽകണേ അല്ലാ. നിന്റെ ഹബീബിനെ സ്നേഹിക്കാനും സ്വലാത്ത് ചൊല്ലാനും ആ മനുഷ്യൻ ഒരുപാട് പ്രേരിപ്പിച്ചതാണ്, പ്രോത്സാഹിപ്പിച്ചതാണ്. അല്ലാഹുവേ, സുഖമില്ല എന്നറിഞ്ഞ് പലരും വിളിച്ചു പറഞ്ഞു ദുആരക്കാൻ ഉസ്താദിന്റെ വോയിസ് കേട്ടതാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദുനിയാവിൽ നിന്റെ പ്രിയപ്പെട്ട അടിമക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് നീ ആഖിറത്തിൽ പകരം വല്ലതും നസീബാക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ കാരാഗ്രഹത്തിന്റെ കന്മതിലെ കൂരിരട്ടിൽ അനുഭവിച്ചതിന് സ്വർഗത്തിന്റെ വിശാല വിസ്തൃതിയുടെ വെളിച്ചത്തിന്റെ വിശാലത കൊടുത്ത് സന്തോഷിപ്പിക്കണം അല്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മാടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. രോഗിയായ വാപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർ പലരും രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും ഇടങ്ങേറുകൾ കൊണ്ടും അവർ കഷ്ടപ്പെടുന്നവരുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ മുന്നിൽ സമൂഹത്തിന് നേതൃത്വം നൽകാൻ അവർ വളരെ ആർജവത്തോടെ മുന്നിലുണ്ട്. അല്ലാഹുവേ, സമുദായത്തിന്റെ യശസ്സിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, NRC ഞങ്ങളുടെ രാജ്യത്ത് വരല്ലേ അല്ലാ. അല്ലാഹുവേ, പൗരത്വ നിയമത്തിന്റെ കിരാതമായ നിയമങ്ങൾ വരല്ലേ അല്ലാ. രാജ്യത്തിന്റെ സന്തോഷവും സൗഹൃദവും കെടുത്താൻ ആര് ശ്രമിച്ചാലും അവനെ പിടിച്ചു കെട്ടാനുള്ള ചങ്ങല നിന്റെ കയ്യിലല്ലേ അല്ലാ. ഇന്നലദൈന അൻകാലം വജഹീമ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ എന്ന് നിന്റെ ഖുർആൻ പറഞ്ഞത് ആരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാണോ അങ്ങനെ പിടിച്ചു കെട്ടേണ്ടവരെ പിടിച്ചു കെട്ടേണ്ട സമയത്ത് നീ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു കെട്ടണം അല്ലാ. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്നു അല്ലാ. അല്ലാഹുവേ, ഏക ഉദരത്തിന്റെ ബന്ധം പോലെ ജാതി മത ദേശവേഷ ഭാഷ അന്യ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച സൗഹൃദത്തിന്റെ ആ വലിയ വലയങ്ങളെ പൊട്ടിച്ചു കളയാൻ വരുന്നവരെ നീ പിടിച്ചു കെട്ടണം അല്ലാ. രാജ്യത്തിന്റെ മതേതരത്വവും സൗഹൃദവും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വർഗീയ കലാപങ്ങൾ ഉണ്ടാവല്ല അല്ലാ. അല്ലാഹുവേ, പാവപ്പെട്ട ഫലസ്തീനികൾ റബ്ബേ തീ തുപ്പുന്ന മിസൈലുകൾക്കടിയിൽ ഒരു കൊടശീലയുടെ കനം പോലുമില്ലാത്ത മേലാപ്പിന്റെ ചുവട്ടിൽ കഴിഞ്ഞുകൂടുമ്പോഴും നോമ്പുകൊണ്ടവരുടെ വയറിലേക്ക് വലിപ്പമുള്ള കല്ലുകൾ വെച്ച് കെട്ടിയ കൊച്ചുമക്കളുടെ ചിത്രം കണ്ട് ഞങ്ങൾ ഭയന്നു പോയി അല്ലാ. ഫലസ്തീനികൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഫലസ്തീനികൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഖദർ ഖലായിൽ കുറെ മഹാന്മാരായ ഷഹീദന്മാർ ഈ ഭൂമിയുടെ അലങ്കാരമായി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാന്മാരായ ഫലസ്തീനികൾക്ക് അവസരം നീ കൊടുക്കുമ്പോൾ അവർ ഷഹാദത്തിന്റെ വഴിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലുമ്പോഴും ഈമാൻ കുറഞ്ഞ ഞങ്ങളുടെ ഖൽബ് പിടയാ റബ്ബേ. മീഡിയ എത്ര ഒളിച്ചു വെച്ചാലും ഒരല്പം ഞങ്ങൾ കാണാൻ ഇടയാകുന്നുണ്ട്. അല്ലാഹുവേ, ആ കണ്ടതിൽ വെച്ച് ഞങ്ങളുടെ കണ്ണിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള ഖൽബ് പിടയാണ് അല്ലാ. ഫലസ്തീനി ബാലൻ വയറിൽ കല്ല് വെച്ച് കെട്ടുമ്പോ ഞങ്ങളുടെ മക്കൾ സമൃദ്ധമായ ആഹാരം കഴിക്കുന്നു. അല്ലാഹുവേ റബ്ബേ, ഫലസ്തീനികളിൽ നിന്റെ നീതി നീ നടപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് ഒരു ആളും പീഡിപ്പിക്കപ്പെടല്ല അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പാപം പറഞ്ഞ നാവാണ് അല്ലാ. നാവിൻ തുമ്പിലേക്ക് സരളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണേ അല്ലാ. തമ്പുരാനെ, ഞങ്ങളുടെ കാതിലേക്ക് അവസാനം നിന്റെ ഖുർആൻ അനർഘവചസ്സുകൾ ഒഴുകിയെത്തണേ അല്ലാ. പാപം കണ്ട കണ്ണാണ് അല്ലാ. പാപം ചിന്തിച്ച ഖൽബാണ് അല്ലാ. ഞങ്ങളുടെ അവസാന നിമിഷത്തിൽ കൺകുളിർക്ക് കാണാൻ ഇസ്രായേലിന്റെ ഭീകരമായ മുഖത്ത് നോക്കാതെ നിന്റെ പുണ്യപൂമാന്റെ മുഖത്ത് നോക്കി ചിരിച്ചു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.